കുടിവെള്ളത്തിനായി ഗാന്ധിക്ക് മുന്നിലെത്തി കട്ടപ്പന കല്ലുകുന്ന് നിവാസികൾ. കല്ലുകുന്ന് കുടിവെള്ള പദ്ധതിയുടെ പ്രവർത്തനം വീണ്ടും താളം തെറ്റി. പ്രദേശത്ത് ഒരാഴ്ചയായി കുടിവെള്ളം വിതരണമില്ല. തകരാറിലായ മോട്ടോർ നന്നാക്കി പ്രശ്നം പരിഹരിക്കുവാൻ വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ അനാസ്ഥ കാട്ടുന്നതായും ആരോപണം. കുടിവെള്ളം ലഭ്യമാക്കുവാൻ അധികൃതർ ഉടൻ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടാണ് ഗുണഭോക്താക്കൾ കാലി ബക്കറ്റുകളുമായി കട്ടപ്പന ഗാന്ധി സ്ക്വയറിലെത്തി സൂചനാ സമരം നടത്തിയത്. കട്ടപ്പന നഗരസഭാ പരിധിയിൽ കുടിവെള്ളക്ഷാമം അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിലൊന്നാണ് കല്ലുകുന്ന്. 8-9 വാർഡുകളിലായി 320 ഗാർഹിക കണക്ഷനുകളും 17 പൊതു കണക്ഷനുകളുമാണ് ഉള്ളത്. മുൻപ് വൈദ്യുതി ബിൽ കുടിശ്ശിക അടയ്ക്കാത്തതിനെ തുടർന്ന് പലതവണ പ്രദേശത്ത് കുടിവെള്ള വിതരണം നിലച്ചിരുന്നു. ഇതേ തുടർന്ന് വാട്ടർ അതോറിറ്റിയും നഗരസഭയും തമ്മിലുണ്ടായ അഭിപ്രായ ഭിന്നതകളും വിവാദമായിരുന്നു. എന്നാൽ അതിനെല്ലാം പരിഹാരം ഉണ്ടായി പദ്ധതി നല്ല രീതിയിൽ നടന്നുവരുന്നതിനിടെയാണ് ഇപ്പോൾ ഒരാഴ്ചയായി പ്രദേശത്ത് കുടിവെള്ള വിതരണം തടസ്സപ്പെട്ടിരിക്കുന്നത്. മാസങ്ങൾക്ക് മുൻപ് ലക്ഷങ്ങൾ മുടക്കി പൈപ്പുകളെല്ലാം മാറി സ്ഥാപിച്ചിരുന്നതാണ്. എന്നാൽ മോട്ടോർ തകരാറിലായതാണ് ഇപ്പോൾ കുടിവെള്ള വിതരണം തടസ്സപ്പെടുവാൻ കാരണമെന്ന് പറയപ്പെടുന്നു. എന്നാൽ മോട്ടോർ നന്നാക്കി കുടിവെള്ളം ലഭ്യമാക്കുവാൻ അധികൃതർ നിസ്സംഗത പുലർത്തുന്നുവെന്നാരോപിച്ച് കല്ലുകുന്ന് നിവാസികൾ കട്ടപ്പന ഗാന്ധി സ്ക്വയറിൽ സൂചനാ സമരം നടത്തി. വകുപ്പ് മന്ത്രിയുടെ മണ്ഡലത്തിൽ തന്നെ ഇത്തരത്തിൽ കുടിവെള്ളം ലഭിക്കാതായിട്ട് അധികൃതർ യാതൊരു ഇടപെടലും നടത്തുന്നില്ല എന്നാരോപിച്ചാണ് ഗുണഭോക്താക്കൾ കാലി ബക്കറ്റുകളുമായി ഗാന്ധി പ്രതിമയ്ക്ക് മുൻപിലെത്തിയത്. വെള്ളം കിട്ടുന്നില്ലാത്ത അവസരമായപ്പോൾ അന്വേഷിച്ചപ്പോൾ മോട്ടർ കംപ്ലൈൻ്റ് ആണ് എന്നുള്ള വിവരം ഞാൻ നേരത്തെ വാർത്തയായി നമുക്കിപ്പോൾ ഡെയിലി പറഞ്ഞു ഞാൻ മാറി പോകുന്നില്ല. ഇത് അന്വേഷിച്ചിട്ട് ഒരു 3-4 ദിവസങ്ങൾ മുമ്പ് വരെ ഇന്ന് മാറും നാളെ മാറും മോട്ടർ നന്നാക്കുന്നുള്ള വിവരങ്ങൾ കിട്ടിയല്ലാതെ ഇന്ന് രാവിലെ വിളിച്ചപ്പോഴും മോട്ടർ പൊട്ടിയിട്ടില്ല. ഒരു വർഷം വിവരമാണ് കിട്ടിയത്. ആൾക്കാരും ഈ വെള്ളം കൊണ്ടാണ് കഴിയുന്നത്. അവർക്കിപ്പം വെള്ളം ഇല്ലെന്നായിട്ട് വെള്ളം കുടിക്കാനില്ലെന്നായിട്ട് 2 ആഴ്ചകളായിട്ടുണ്ട്. അവർക്ക് അവർക്ക് എനിക്ക് പറയാനുള്ളത് വേറെ നിവൃത്തിയില്ല. ഈ വെള്ളമല്ലാതെ വേറെ മാർഗമില്ലാത്തതുകൊണ്ടാണ് ഈ നഗരത്തിലേക്ക് വന്നത്. അതിനൊരു പരിഹാരം കാണണം. നഗരസഭാ കൗൺസിലർമാരായ ജോയി ആനിത്തോട്ടം, സിജു ചക്കുമൂട്ടിൽ എന്നിവർ ജനകീയ സമരത്തിന് പിന്തുണയുമായി എത്തി. ഒരു ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ തയ്യാറായിക്കൊണ്ട് ആ മോട്ടറിന് പൊക്കിക്കൊണ്ട് ആ മോട്ടറിന്റെ കംപ്ലൈന്റ് പരിഹരിച്ചുകൊണ്ട് അവിടെ ജലം ജനങ്ങൾക്ക് നൽകുന്നതിന് ആവശ്യമായ ക്രമീകരണങ്ങൾ ചെയ്താൽ ഈ വിഷയം പരിഹരിക്കാവുന്നേ ഉള്ളൂ. പക്ഷേ ഉദ്യോഗസ്ഥരെ കയറൂരി വിട്ടിരിക്കുന്ന ഒരു ഭരണ സംവിധാനം ഉള്ളിടത്ത് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഉദ്യോഗസ്ഥർ ഒന്നും ചെയ്യാത്ത ഒരു ദാരുണമായ സ്ഥിതിയിലൂടെയാണ് കല്ലുകുന്നിലെ പ്രദേശവാസികൾ കടന്നു പോകുന്നുള്ള ഒരു ദാരുണാവസ്ഥയിലാണ് നിൽക്കുന്നത്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇത് നമ്മുടെ മന്ത്രിയുടെ മണ്ഡലമാണ്. വാട്ടർ അതോറിറ്റിക്ക് നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട റോഷി അഗസ്റ്റിനാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത്. അദ്ദേഹത്തിന്റെ ശ്രദ്ധ പോലും ഇതിനകത്തുണ്ടായില്ല എങ്കിൽ നമ്മുടെ നാടിന്റെ അവസ്ഥ എങ്ങോട്ടാണ് പോകുന്നതെന്ന് നമുക്കറിയാം. ഗുണഭോക്താക്കളിൽ നിന്നും വെള്ളത്തിന്റെ ബില്ല് പിരിക്കുന്നത് ജല അതോറിറ്റിയാണ്. കുടിവെള്ളക്ഷാമം ഏറ്റവും രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന പ്രദേശത്ത് പാവപ്പെട്ട ജനങ്ങൾക്ക് കുടിവെള്ളം വാഹനങ്ങളിലെത്തിക്കുവാൻ സാമ്പത്തിക സ്ഥിതിയില്ലെന്നും അധികൃതർ അടിയന്തരമായി ഇടപെട്ട് കുടിവെള്ള വിതരണം പുനഃസ്ഥാപിക്കണമെന്നുമാണ് കല്ലുകുന്ന് നിവാസികളുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.